ഇതിപ്പോ നമ്മ ലൈവ് വെളിച്ചെണ്ണ ലൈവായിട്ട് വെളിച്ചെണ്ണ വളരെ സ്പീഡിൽ തന്നെ എണ്ണ വരുന്നുണ്ട്. അത് ലൈവായിട്ട് തന്നെ അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ഇതേപോലെ എണ്ണ ഉണ്ടാക്കിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എറണാകുളം പള്ളുരുത്തിയിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു നമ്മുടെ ഒരു കുഞ്ഞനിയത്തി കുട്ടി ഇവിടെ ഒരു ഓയിൽ മില്ല് നടത്തുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എന്താണ് ആ കുട്ടി ഇവിടെ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ലൈവ് ഓയിൽ മില്ല് എന്നൊക്കെയാണ് നമ്മൾ സ്ഥാപനത്തിൻ്റെ പേര് ഇവിടെ ഞാൻ കണ്ടത്. അപ്പോൾ ലൈവായിട്ട് ഇനി വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കുകയാണോ, എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഇവിടെ പോയിട്ട് ചോദിക്കാൻ കുട്ടിയുടെ അടുത്ത് തന്നെ. അപ്പോൾ നേരെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് പോകാനുള്ളതാണ്. എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോ നമ്മ ലൈവായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഇതെന്താണ് സംഭവം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മ ഇതിന്റെ പേര് എക്സ്പെലർ എന്നാണ്. നമ്മ ഇപ്പോ അത് ഇത് കണ്ടോ, ഇതിൽ നമ്മ ഡയറക്റ്റ് കൊപ്ര തേങ്ങ ഉണക്കി എടുക്കുന്നതാണ്. കൊപ്രയായിട്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇതാണിപ്പോ നമ്മ ഉണക്കിയ തേങ്ങ. ഇതിപ്പോ ഇവിടെ കൊപ്ര കട്ട് ചെയ്തിരിക്കുകയാണ്, ഉണക്കിയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് പാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മ ഡയറക്റ്റ് ഇതിലേക്ക് ഇടുമ്പോ. എത്ര പ്രായമുണ്ട്? എനിക്കിപ്പോ 18 വയസ്സ്. 18 വയസ്സിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത്, ഇങ്ങനെ ഒരു ചെറിയ സംരംഭം തുടങ്ങാനൊക്കെ? എന്നുവെച്ചാ ഇപ്പൊ എനിക്കൊരു ഇപ്പൊ നമ്മ സ്വന്തമായിട്ട് ഇപ്പൊ കാശ് ഉണ്ടാക്കണം. ഓഫ് ചെയ്താലോ കുറച്ചേരത്തേക്ക്? ഓക്കെ, പറഞ്ഞോ. ഇപ്പൊ നമ്മ സ്വന്തമായിട്ട് ഒരു സംരംഭം, അതാണെന്നൊരു മെയിൻ കാര്യം. അപ്പൊ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ നമുക്കും ഇപ്പൊ മലയാളികൾക്ക് എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ് വെളിച്ചെണ്ണ. കറിയിലാണ്. അപ്പൊ എന്താ വെച്ചാ അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഉണ്ടായത്. നമുക്ക് എല്ലാവർക്കും ഒരു ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഇപ്പൊ നമ്മ ഇപ്പൊ പുറത്ത് പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ ഒരു തുണിക്കടയില് അല്ലെങ്കിൽ ലേഡീസ് സ്റ്റോഴ്സിൽ നിൽക്കാന്ന് വെച്ചാൽ കൂടിയൊന്നും നമുക്ക് ഒരു 5000-6000 ഒരു പാർട്ട് ടൈം ജോലിക്ക് കിട്ടുള്ളൂ. പിന്നെ ഒന്നാമത് പഠിക്കണം കൂടെ ആയതുകൊണ്ട് എനിക്ക് പാർട്ട് ടൈം ജോലി പറ്റത്തുള്ളൂ. ഫുൾ ടൈം പഠിക്കുകയാണ് ഞാൻ. പിന്നെ BSc കെമിസ്ട്രി പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെയാണ് ഇവിടെ ചെറിയൊരു സംരംഭം എന്നുള്ള രീതിയിലൊരു അതും ഇവിടെ അടുത്തുള്ള ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് നല്ല ശുദ്ധമായുള്ള വെളിച്ചെണ്ണ കൊടുക്കണം എന്നുള്ളൊരു തോട്ടില് ഇങ്ങനൊരു മില്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ 5000-6000 മന്ത്ലി കിട്ടത്തുള്ളൂ. ഇതാകുമ്പോ നമുക്ക് നമ്മുടെ ഒരു ഫ്രീ ടൈമിൽ ചെയ്യാം. അത് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ്, അങ്ങനെയൊക്കെ കൂടെ തുടങ്ങിയതാണ്. അപ്പൊ സൊസൈറ്റിക്ക് ഒരു എന്താ പറയാ, ഒരു എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പൊ ഈ കുട്ടിയുടെ പ്രായത്തിൽ ഇപ്പൊ 18 വയസ്സ് ഈ കുട്ടിക്ക് പ്രായമായിട്ടുള്ളൂ. ഇപ്പൊ പഠിക്കേണ്ട സമയമാണ്. പഠിപ്പിന്റെ ഒപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനൊരു സംരംഭം കൂടി നടത്തിക്കൊണ്ട് പോവാണ്. അപ്പൊ ലൈവായിട്ട് വെളിച്ചെണ്ണ എന്താ പറയാ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഇവിടെ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ ഇതെന്തൊക്കെയാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? എന്നുവെച്ചാൽ നമ്മ നല്ല വിളവെടുത്ത തേങ്ങകളാണ് എടുക്കണത്. എടുത്തിട്ട് നമ്മ ഉണക്കും. എന്നുവെച്ചാൽ ഇപ്പൊ പുറത്ത് ഇപ്പൊ നമ്മ വെയിലത്തിട്ട് ഉണക്കണെങ്കിൽ നമ്മൾ ഇപ്പൊ അന്തരീക്ഷത്തിൽ കുറെ മാലിന്യങ്ങളും പൊടികളും എല്ലാം ഉണ്ടാവും. തേങ്ങയിൽ അറിയാലോ, ഒരു ഈർപ്പം ഉണ്ടാവും. അപ്പൊ വൈകിട്ടാകുമ്പോഴേക്കും ഒരു ഫംഗസ് പൂർണ്ണപ്പെടും. ഇപ്പൊ പുറത്തൊക്കെ ആണെങ്കിൽ ഇപ്പൊ മെഷീനൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ അതിലേക്ക് എന്താ സൾഫർ ഉപയോഗിക്കും. എന്ന് വെച്ചാല് ഇത് പോവാതിരിക്കും. അപ്പൊ സൾഫർ എന്താ നമ്മുടെ ആരോഗ്യത്തിന് എന്താ അത് മോശമാണ്. അപ്പൊ അതുകൊണ്ട് ഇതെന്ന് വെച്ചാല് നമ്മ പൊട്ടിച്ച് നേരെ ഡ്രയറിൽ വെക്കും. ഒരു 35 ഡ്രയറിൽ വെച്ച് ഉണക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ പൊടി കാര്യങ്ങൾ അടിക്കത്തില്ല. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ ഉണക്കി എടുക്കാൻ പറ്റും. അതാണ് കുട്ടിയോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഡ്രയർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൽ 3 ട്രേ ഉണ്ട്. 3 ട്രേ. ഇതിപ്പോ ഉണക്കുന്നുണ്ടോ? ഇല്ല, ഉണക്കണില്ല. ഇതിപ്പോ ഉണക്കി വെച്ചേക്കണേണ് 3 ട്രേയില്. ഉണക്കി കഴിഞ്ഞു അല്ലേ? ചെറിയൊരു ചൂടുണ്ട്, കുഴപ്പമില്ല. ഇതിപ്പോ ഇവിടെ കൂടെ കാണാം. ഇതിൽ ഉണക്കി എടുത്തിട്ടുള്ള കൊപ്രയാണ്. ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോ കട്ട് ചെയ്യണത് നമുക്ക് കട്ടർ ഉണ്ട്, പക്ഷെ വീട്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഇതിൽ കൊണ്ടുവന്ന് ഉണക്കുന്നത്. അപ്പൊ വീട്ടിലാണ് ഇത് കട്ട് ചെയ്യുന്ന വിഷയം വരുന്നത്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് അത് നമുക്ക് കാണാന്നുള്ളതാണ്. ഇങ്ങനെയാണ്. ഇതിൽ 3 തട്ടാണ് വരുന്നത് അല്ലെ? സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് തന്നെയാണ് വരുന്നത് അല്ലെ? 3 തട്ടിലും നമുക്ക് ഇപ്പൊ ഇതിലിപ്പോ ഒരു 5 മണിക്കൂർ ഒരു മണിക്കൂർ വേണം 5 കിലോ 5 ലിറ്റർ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ കുറച്ച് പ്രോസസ്. അവിടെ മെഷീൻ ഉണ്ട്, കട്ടർ മെഷീൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ പ്രോസസ് ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇപ്പൊ തേങ്ങ കിട്ടി അത് തൊട്ടുള്ള ഇപ്പൊ എണ്ണ ആക്കുന്ന വരെയുള്ള പ്രോസസ്. ഇപ്പൊ എന്താ പറയാ, നമ്മ നല്ല വിളവെള്ള തേങ്ങയാണ് എടുക്കുന്നത്. എടുത്തിട്ട് അത് കട്ട് ചെയ്യും. കട്ട് ചെയ്യണ മെഷീനാണ് അവിടെ ഉള്ളത്. കട്ട് ചെയ്തിട്ട്
നമ്മ ഇത് ഡ്രയറാണ്, ഡ്രയറിൽ ഉണക്കും. ആ ഉണക്കായതിനു ശേഷം നല്ല ഉണക്കായതിനു ശേഷം ഇവിടെ എക്സ്പെല്ലർ വെച്ച് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഇതിപ്പോ എത്ര സമയം എടുക്കും ഇപ്പൊ എണ്ണ കിട്ടാൻ? ഇപ്പൊ ഇത്രയും ബോട്ടിൽ എണ്ണ കിട്ടാനായിട്ട് എത്ര സമയം എടുക്കും ഇതില്? ടൈം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 5 ലിറ്ററിന് ഒരു മണിക്കൂർ മതി. അപ്പൊ ഇപ്പൊ ഇത് ഈ ഒരു ബോട്ടിൽ എന്ന് വെച്ചാൽ 1/2 ലിറ്ററാണ്. ഇത് 1/2 ലിറ്ററാണ്. അപ്പൊ 5 ലിറ്റർ എണ്ണ കിട്ടാനായിട്ട് 1 മണിക്കൂറാണ് നമ്മുടെ മെഷീന് വേണ്ടത്. അപ്പൊ ഇതൊരു 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ്. അപ്പൊ അതിനുള്ള സമയം വേണ്ടു ഇത് കിട്ടാനായിട്ട്, ഇത്ര എണ്ണ ഉണ്ടാക്കാനായിട്ട്. നമ്മളിത് ഇവിടെ കൊപ്പര ഇടാൻ പോവാണ്. കൊപ്പര ഇട്ട് കൊടുത്തു, മോളിയുടെ കൊപ്പര ഇട്ട് കൊടുത്തു. നമ്മള് വളരെ കുറച്ച് കൊപ്പര ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്കൂടെ കാണാം. അതേപോലെ കൊപ്പര ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൂടെ എണ്ണ നമുക്കിവിടെ അടിയിൽ വരുന്ന കൂടെ കാണാം. ഓ, വളരെ സ്പീഡിൽ തന്നെ എണ്ണ വരുന്നുണ്ട്. അത് ലൈവായിട്ട് തന്നെ ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ഇതേപോലെ എണ്ണ ഉണ്ടാക്കിയതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ സംഭവം വരുന്നത്, ലൈവായിട്ടുള്ള വെളിച്ചെണ്ണ. അതുപോലെ തന്നെ അതിന്റെ വേസ്റ്റ്, ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. നമ്മൾ വളരെ കുറച്ച് കൊപ്പര ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അപ്പോഴേക്കും നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വേസ്റ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇനി ഒരു തരി പോലും എണ്ണ ബാക്കിയില്ല. നല്ല എണ്ണയും ഫുള്ളായിട്ട് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കൈ നോക്കി കാണാം, ഒരു തരി പോലും എണ്ണ കിട്ടുന്നില്ല. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ടുള്ള എണ്ണ കിട്ടുന്നുള്ളതാണ്. അടിപൊളി സംഭവമാണ്. ഇത്രയും സംഭവമാണല്ലോ ഇവിടെ വരുന്നത്. ഇനി നമുക്ക് അപ്പൊ നമുക്ക് വീട്ടിലും കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. വീട്ടിൽ ഇനി വേറെ മെഷീൻസ് വരുന്നുണ്ട് അല്ലേ? വീട്ടിൽ മെഷീൻസ് വരുന്നുണ്ട്. അവിടെ നമുക്ക് എന്തൊക്കെ സംഭവമാണുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോ വീട്ടിൽ വന്നേക്കാണ്. വീട്ടിലാണ് ഇവിടെ വലിയ മെഷീൻ ഇരിക്കുന്നത്. ഇതാണല്ലോ മെഷീൻ വരുന്നത്. ഇത് നമ്മൾ മെയിൻ ആയിട്ടുള്ള വലിയ മെഷീനാണ്. കൊപ്ര തന്നെ കൊപ്ര ഉണക്കുന്ന വലിയ മെഷീൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അവിടെ കുഞ്ഞൻ മെഷീനാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. തുറന്നാകാലോ അല്ലെ? മെഷീൻ ഓൾറെഡി ഓണിലാണ്. അത്യാവശ്യം നമുക്ക് ചൂടുണ്ട്, എന്നാലും പിടിക്കാന്നുള്ള രീതിയിലുള്ള ചൂടാണ്. നമുക്ക് കാണാം കൊപ്ര ഉണങ്ങിക്കൊണ്ട് നിൽക്കാണ്. ഈ നല്ല ക്വാളിറ്റിയിൽ തന്നെ കൊപ്ര ഉണക്കി എടുക്കാണ് ഇവിടെ. നമുക്കൊരു ട്രയൽ ഇപ്പം എന്തോരം കൊപ്ര ഉണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത്രത്തോളം കൊപ്ര നമുക്ക് ഒരു ട്രയൽ തന്നെ ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 10 തട്ടാണല്ലോ വരുന്നത്. 10 തട്ടിലും കൊപ്ര ഉണക്കിക്കൊണ്ട് നിൽക്കാണ്. പിന്നെ ഇത് എന്താണ് മെഷീൻ വരുന്നത്? അത് കട്ടറാണ്. കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ അല്ലേ? നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. വലിയ അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മ ആ കൊപ്രേനെ കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മ അവിടെ കണ്ട പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാവുന്നില്ല. അപ്പൊ ഈ ഒരു കൊപ്ര ഇതിൽ നമ്മള് കൊപ്ര ഇപ്പൊ ഏകദേശം ഫുള്ളായിട്ട് ഉണങ്ങാറായിട്ടുണ്ട്. അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വിട്ടുപോരും. ഇത് വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കുറച്ചൊന്ന് പൊടിച്ച് ഒന്ന് മടക്കിയിട്ടാണ് ഇതിലിടുക. ഇതിലിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കണ്ട പോലെ തന്നെ ചെറിയ ചെറിയ രീതിയിലേക്ക് ഉണങ്ങി കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതാണ് മെഷീൻ വരുന്നത്, ഉണക്കുന്ന മെഷീൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും നാളികേരം മാത്രമല്ല നമ്മുടെ ഈ മെഷീനിൽ ഉണക്കാനായിട്ട് പറ്റാം. എല്ലാവിധ സാധനവും ഉണക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്ത് സാധനം ഉണക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാണല്ലോ ഇവിടെ സംഭവം വരുന്നത്. അപ്പൊ വീട്ടില് ഇപ്പൊ ഈ 2 മെഷീനാണ് വരുന്നത്. ബാക്കി നമ്മുടെ ഷോപ്പിലാണ് വരുന്നത്. അപ്പൊ ഇതാണ് വീട്ടിലത്തെ വിഷ്വൽസ് വരുന്നത്. വലിയൊരു ഡ്രയറും വരുന്നുണ്ട്, കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീനും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് മെഡലുകൾ ഇരിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇത് വുഷാണ്. വുഷു ഇടിയില്ലേ? അപ്പൊ അതിനെ പറ്റി എനിക്ക് അധികാരിയായിട്ട് അറിയില്ല. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് 3-in-1 ആർട്ടാണ്. എന്നുവെച്ചാൽ ഈ ആർട്ടിൽ തന്നെ ബോക്സിംഗ്, റെസ്ലിംഗ്, കിക്ക് 3 നമുക്ക് കളിയിൽ യൂസ് ചെയ്യാം. ഇടിയാണ് മെയിൻ ആയിട്ട് സംഭവം. അപ്പൊ അതിന് ഇടിച്ചു മേടിച്ചിട്ടുള്ള കുറച്ച് മെഡലുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ പഠിത്തവും അതുപോലെ തന്നെ ഒരു സംരംഭവും അതുപോലെ തന്നെ സ്പോർട്സും എല്ലാത്തിലും ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ വരുന്നത്. ഇതിപ്പോ എന്ത് വില വരുന്നുണ്ട് ഇതിന്? ഇതിപ്പോ 1/2 ലിറ്റർ ആണ്. 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ്. 150 ആണ്. 150 ആണ് ഇതിന്റെ 1/2 ലിറ്ററിന്റെ ബോട്ടിലിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കിപ്പോ വീഡിയോ കാണുന്നവർക്ക് തോന്നാം എന്താണ് ഇത്ര വില എന്നൊക്കെ നമുക്ക് തോന്നാം. എന്തുകൊണ്ടായിരിക്കും ഇത്ര വില? അതിപ്പോ മെയിൻ ആയിട്ട് നമ്മ ലൈവായിട്ട് ഇതാക്കണോണ്ട് അത്രേ ഉള്ളൂ. ഇപ്പൊ പുറത്തുനിന്ന് ഓരോ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു മായമുണ്ട്. അതുകൊണ്ട് അവർ അത്രയും പ്രൈസിൽ കൊടുക്കണം എന്നുള്ളൂ. ഇതിപ്പോ ലൈവായിട്ട് നമ്മ ഡയറക്റ്റ് കൊപ്ര ഉണക്കി ഇതാക്കി ആണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വിലയാണ്. മിഷ്യൻ ആയതുകൊണ്ട് നമുക്ക് അതിന്റേതായ അപ്പൊ നമുക്ക് ലൈവായിട്ട് ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയാ, അതിന്റെ മെഷീൻസ് പ്രവർത്തിക്കുന്നുണ്ട്, കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു 5 കൊപ്രയ്ക്ക് തന്നെ വരുന്നുണ്ട്, അത്യാവശ്യം വില വരുന്നുണ്ട്. പുറത്തുനിന്നൊക്കെ നമ്മളിപ്പോ വെളിച്ചെണ്ണ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം ആയിണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതാണ് ഇവിടെ ഒരു 150 രൂപ റേറ്റ് വരുന്നത്. അപ്പൊ വെളിച്ചെണ്ണയ്ക്ക് 150 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വന്നപ്പോ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് വാങ്ങുന്നത് ഞാൻ കണ്ടു.
അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും എത്രയും വെളിച്ചെണ്ണ ഇവിടെ ആൾക്കാർ വന്ന് വാങ്ങുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് സെയിൽ കാര്യങ്ങളൊക്കെ വരുന്നത്? എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഡെയിലി ഒരു 25-30 കുപ്പിയാണ് ഡയറക്റ്റ് ആയിട്ട് വെക്കണത്. അത് വൈകുന്നേരം ഒരു നൈറ്റോടെ തീരും. ഇത് ഡെയിലി അപ്പൊ നമുക്കിപ്പോ ബൾക്കായിട്ട് വെക്കാം, അല്ലെങ്കിൽ പുറത്തേക്കുള്ള ഒരു ഇത് സംഭവം ആയിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ എല്ലാം ചെറിയ ചെറിയ മെഷീനാണ്. ഫ്യൂച്ചറിൽ നമുക്ക് ഒന്നുകൂടെ സ്ട്രോങ് ആവണമെങ്കിൽ കുറച്ചും കൂടെ വലിയ മെഷീനൊക്കെ വാങ്ങിച്ച് കുറച്ചും കൂടെ സ്പേസ് ഒക്കെ ഇതാക്കി തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഇപ്പൊ നിലവില് ഇപ്പൊ പുറത്തേക്ക് സപ്ലൈ ഒന്നും ഇല്ല, പുറത്തേക്ക് സപ്ലൈ ഒന്നും ഇല്ല. ഇവിടെ കൗണ്ടർ സെയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എടുത്തുള്ളവർ തന്നെ ഇവിടെ വന്നറിഞ്ഞ് ഡെയിലി ഇവിടെ ഒരു 20 കുപ്പി 25 കുപ്പി ഡെയിലി ഉണ്ടാക്കുന്നത് ഡെയിലി തന്നെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ ലൊക്കാലിറ്റിയിലേക്ക് ഉള്ളവരാണെങ്കിൽ ശുദ്ധമായിട്ട് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാന്നുള്ളതാണ്. ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറഞ്ഞോളൂ. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം ജില്ല പള്ളൂർത്തി STP റോഡ് ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉണക്കണം എന്നുണ്ടെങ്കിൽ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാളികേരം ഉണക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും ഡ്രയറുകൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഡ്രയറിൽ എല്ലാവിധ സാധനവും ഉണക്കാനായിട്ട് പറ്റും. നാളികേരം മാത്രമല്ല എല്ലാവിധ ഐറ്റംസും ഉണക്കാനായിട്ട് പറ്റും. അതും ഓൾ ഓവർ നമ്മൾ ഡ്രയർ സപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ.